വെൽക്കം ടു സ്പോക്കൺ ഹിന്ദി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ടെൻസ് പഠിക്കും. പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ് ടെൻസ്. ഒരു സെൻറ്റൻസ് ഈ 3 ടെൻസിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? വഹ് ആത്താ ഹെ, ഇത് പ്രസന്റ് ടെൻസ് ആണ്. അവൻ വരുന്നുണ്ടെന്നോ അവൻ വരികയാണോ എന്നൊക്കെ പറയാം. വഹ് ആയേഗ, അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അവൻ വരും. വഹ് ആയ, അവൻ വന്നു, അത് പാസ്റ്റ് ടെൻസ് ആണ്. വഹ് ആത്തേ ഹെ, അവൾ വരുന്നുണ്ട്. വഹ് ആയേഗി, അവൾ വരും. വഹ് ആയി, അവൾ വന്നു. വഹ് ലിഖ്താ ഹെ, അവൻ എഴുതുന്നു, അല്ലെ അവൻ എഴുതുകയാണ്. വഹ് ലിഖേഗ, അവൻ എഴുതും. വഹ് ലിഖ, അവൻ എഴുതി. സ്ത്രീലിംഗത്തിൽ എങ്ങനെ പറയും? വഹ് ലിഖ്തി ഹെ, അവൾ എഴുതുന്നുണ്ട്. വഹ് ലിഖേഗി, അവൾ എഴുതും. വഹ് ലിഖി, അവൾ എഴുതി. മീര സ്കൂൾ ജാത്തി ഹെ, മീര സ്കൂളിൽ പോകുകയാണ്. മീര സ്കൂൾ ജായേഗി, മീര സ്കൂളിൽ പോകും. മീര സ്കൂൾ ഗയി, മീര സ്കൂളിൽ പോയി. ഗോപാൽ സ്കൂൾ ജാത്താ ഹെ, ഗോപാൽ സ്കൂളിൽ പോകുകയാണ്. ഗോപാൽ സ്കൂൾ ജായേഗ, ഗോപാൽ സ്കൂളിൽ പോകും. ഗോപാൽ സ്കൂൾ ഗയ, ഗോപാൽ സ്കൂളിൽ പോയി. മീം ഹിന്ദി പഠിത്താ ഹും, ഞാൻ ഹിന്ദി പഠിക്കുന്നു. മേ ഹിന്ദി പഠൂങ്ക, ഞാൻ ഹിന്ദി പഠിക്കും. മീനെ ഹിന്ദി പഠി, ഞാൻ ഹിന്ദി പഠിച്ചു. മീൻ കാം കർത്താ ഹും, ഞാൻ ജോലി ചെയ്യുന്നു. മീം കാം കരൂങ്ക, ഞാൻ ജോലി ചെയ്യും. മീനെ കാം കിയ, ഞാൻ ജോലി ചെയ്തു. ഹം ഖേൽത്തെ ഹെ, ഞങ്ങൾ കളിക്കുന്നു. ഹം ഖേലേങ്കെ, ഞങ്ങൾ കളിക്കും. ഹം ഖേലെ, ഞങ്ങൾ കളിച്ചു. മീം നെ ഹിന്ദി പഠി, ഞാൻ ഹിന്ദി പഠിച്ചു. ഇതൊരു പാസ്റ്റ് ടെൻസാണ്. ഇവിടെ നമ്മൾ നേ പ്രത്യയം ചേർത്ത് എഴുതി. വ്യാകരണ നിയമം കൂടി പറഞ്ഞു പോകാം. മീം ഇവിടെ സബ്ജക്റ്റാണ്. ഹിന്ദി ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. പഠി എന്നുള്ളത് വെർബാണ്. പാസ്റ്റ് ടെൻസ് വരുമ്പോൾ വെർബ് ഒബ്ജക്റ്റ് അനുസരിച്ച് മാറും. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ സബ്ജക്റ്റിനൊപ്പം നേ പ്രത്യേകം ചേർത്തിട്ട് എഴുതണം. അതുകൊണ്ടാണ് മീമിൻ്റെ കൂടെ നേ ചേർത്തിട്ട് എഴുതിയത്. മീനെ ഹിന്ദി പഠി. ഹിന്ദി എന്നുള്ള സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇവിടെ പഠി വന്നത്. ഹിന്ദി ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം, ക്രിയ വെർബ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് മീം. വഹ് ഗയ, അവൻ പോയി. വേ പഠേ, അവർ പഠിച്ചു. ഈ 2 സെൻറ്റൻസും പാസ്റ്റ് ടെൻസാണ്. പക്ഷെ നേ പ്രത്യേകം ചേർത്തിട്ടില്ല. അതിനുള്ള കാരണം ഇവിടെ കർമ്മമില്ല, ഒബ്ജക്റ്റ് ഇല്ല. അപ്പം ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ കർത്താവിനോട് നേ പ്രത്യേകം ചേർക്കണ്ട. 3 ടെൻസിലും സെൻറ്റൻസ് പറയാൻ പഠിക്കൂ. താങ്ക് യു.